കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഇത്ര മൃഗീയമായ കുറ്റം, ഇത്ര മൃഗീയമായ പീഡനം, ഒരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട്, ക്രൂരമായിട്ട്, പൈശാചികമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ്. അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ്. സുജിത്തിന് എത്ര സംഖ്യ നഷ്ടം കൊടുത്താലും ആ നഷ്ടം മതിയാവുന്നതല്ല. ഇറപ്പേറബിൾ ഇൻഷുറി, പരിഹരിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും സർക്കാർ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ക്രിമിനലുകൾക്കെതിരെ, ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ധീരമായ പോരാട്ടം, നിയമ പോരാട്ടം, തൃശ്ശൂരിലെ കുന്നംകുളത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണത്തോടെ ഈ നിയമയുദ്ധം, ഈ പോരാട്ടം, ധർമ്മത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൻ്റെ മുൻപിൽ കേരള പോലീസിൻ്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമാക്കുന്നതിനെ, വ്യക്തമാക്കുന്നതിന് പോരാടിയ ഈ യുവ സ്നേഹിതൻ സുഹൃത്തിനെ, സുജിത്തിനെ ഞാൻ നന്ദിയോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളും ഈ അനീതിക്കെതിരെയുള്ള സുജിത്തിൻ്റെ സമരത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സുജിത്ത് ഒറ്റയ്ക്കല്ല, നിയമവാഴ്ച അതിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സുജിത്തിൻ്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ അറിയിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി അവരുടെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. സുജിത്തിനെ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനമാണോ അല്ലയോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി ഓണത്തിൻ്റെയും ഉത്സവങ്ങളുടെയും അവധി കണക്കിലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി സെപ്റ്റംബർ മാസം 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം. ഇത്ര പൈശാചികമായ സംഭവം നടന്ന പ്രതികളെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയമവിരുദ്ധമായി രക്ഷിക്കുന്ന ഈ നെറികെട്ട മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ജനകീയ സംഗമങ്ങൾ നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും. സമരപരിപാടികൾക്ക് DCC നേരത്തെ തീരുമാനിച്ച സമരപരിപാടികൾ നടക്കും. ഞാൻ ഈ കാര്യത്തിൽ കേരളത്തിലെ നിയമവാഴ്ചയെ ആഗ്രഹിക്കുന്ന പോലീസിൻ്റെ ഉത്തരവാദിത്വം പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണ നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.